ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ ഗ്യാപ്പിന് ശേഷം എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. കണ്ടിന്യൂസ് ആയിട്ട് പഴയതുപോലെ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇടുന്ന വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞി വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫായിട്ടല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഇൻഫെക്ഷൻ പോലെ ആയിട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ കാണിക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇതൊരു ഇൻഫെക്ഷൻ വെച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഡോക്ടർക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്നൊന്ന് ക്ലിനിക്കിലോട്ട് വാ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ടോക്കണൊന്നും എടുക്കാതെയാണ് കേട്ടോ ഇപ്പോൾ ഡോക്ടറെ അടുത്തോട്ട് പോകുന്നത്. എമർജൻസി ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇനി ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. ഭയങ്കര കുറച്ച് അത്യാവശ്യം നല്ല തിരക്കുള്ള ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ആ ഒരു ദിവസത്തിൻ്റെ ചെറിയൊരു ഞാൻ ഇങ്ങനെ ഒരുങ്ങുന്നതും മോളെ ഒരുക്കുന്നതും അതേപോലെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതായിട്ടുള്ള കുറച്ചൊരു ഭാഗമാണ് കേട്ടോ. ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ മുഖത്ത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രഗ്നൻസി ടൈം ആയതുകൊണ്ടോന്നറിയില്ല, മുഖം ഭയങ്കരമായിട്ട് ഡ്രൈ ആകും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഞാൻ മുഖത്ത് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും. പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചെറിയൊരു മോയ്സ്ചറൈസിങ് ക്രീം മുഖത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആകും കേട്ടോ മുഖം. ആദ്യം എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കൊരു 3 മാസം നാലാമത്തെ മാസമൊക്കെ തുടങ്ങിയ സമയത്താണ് ഈ ഒരു പ്രശ്നം. നമ്മുടെ മൂക്കിൻ്റെ അടുത്തൊക്കെ തൊലി ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന പോലെയും, അതുപോലെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞു പിടിക്കുന്ന പോലെയൊക്കെ തോന്നും ഡ്രൈ ആയിട്ട്. അത് ചെറുതായിട്ട് ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം രാത്രി കിടക്കുന്ന സമയത്തും ഇതുപോലെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കൺമഷി ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാറിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു ഇടങ്ങാറ് പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ചെയ്യാറില്ല ഈ ഒരു സമയത്ത്. ഇതിന് മുന്നേയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊന്നും ഞാൻ ഓവറായിട്ട് ചെയ്യാറില്ല. എല്ലാം വളരെ ലൈറ്റായിട്ട് ചെയ്തിട്ട് നല്ലൊരു കംഫർട്ടായിട്ടിരിക്കും. അത്രയേ പറ്റുന്നുള്ളൂ ഈ ഒരു സമയത്തൊക്കെ. പിന്നെ മോൾക്കും ചെറുതായിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ, അവൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ കൺമഷിയും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏട്ടൻ താഴ്ന്ന് വണ്ടിയിലെത്തിക്കഴിഞ്ഞാൽ വിളിക്കാൻ കേട്ടോ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് താഴോട്ട് പോയാൽ മതി. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, 4 മണിയായി. അപ്പോൾ 4 മണി മുതൽ 7 മണി വരെയാണ് ഡോക്ടറെ ടൈം എന്ന് പറയുന്നത്. ആദ്യമേ ടോക്കൺ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെ റൂമിലോട്ട് കയറ്റുമെന്ന് തന്നെ അറിയില്ല, കാരണം കുറച്ച് തിരക്കുള്ള ഡോക്ടറാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അവിടെ പോയിട്ടുള്ളതെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. കാരണം ഇതിപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് പോകുന്നതുകൊണ്ട്, എമർജൻസി അല്ല എന്നാലും ആ ഒരു പേടി കാരണം പോകുന്നതുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡോക്ടറെ കാണിക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. ഈ മാസം ലാസ്റ്റായിരുന്നു കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആവശ്യമായി, ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് ഇന്ന് തന്നെ കാണിക്കാമെന്ന് വെച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി കാണിക്കുകയാണ്. പിന്നെ നാളെയും മറ്റന്നാളും ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ ഡോക്ടർ ലീവായിരിക്കും. പിന്നെ ഞായറാഴ്ചയാണ് കാണിക്കാൻ പറ്റുക. അപ്പോൾ അത്ര വെച്ചിരിക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാനൊരു 3 ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കയ്യിൽ. അത് മറ്റൊന്നുമല്ല കേട്ടോ, കാറിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഛർദി ഉണ്ടാവില്ല, എന്നാലും ആ ഒരു ഛർദിക്കോ എന്നുള്ള ആ ഒരു പേടിയാണ്. അതുകൊണ്ട് 3 ചോക്ലേറ്റ് കൈ കരുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇതുവരെ ഹോസ്പിറ്റൽ ആ ഒരു ക്ലിനിക്കിൽ ഡോക്ടറെ കാണിച്ചിട്ടുള്ള പേപ്പറും കാര്യങ്ങളും, അതേപോലെ എൻ്റെ NT സ്കാന്, പിന്നെ ഷുഗറിൻ്റെ ആ ഒരു റിസൾട്ട്, അതേപോലെ അനോമലി സ്കാനിങ് ചെയ്ത ആ ഒരു റിസൾട്ട്, അതൊക്കെ ഒന്ന് കയ്യിൽ കരുതിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ കരുതിയതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട്, നമുക്കിനി താഴോട്ട് പോവാം. ഇത് നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള ആ ഒരു കോറിഡോറാണ് കേട്ടോ. അപ്പോൾ ലച്ചു ചെരുപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ലിഫ്റ്റൊക്കെ പ്രസ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 6ാമത്തെ നിലയിലാണ് കേട്ടോ. 6ാമത്തെ നിലയിൽ ഇനിയിപ്പോൾ താഴോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലോട്ട് ഇതേ കയറാൻ പോവുകയാണ്.
അങ്ങനെ ഇത് നമ്മൾ ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ ചെറിയൊരു അക്വേറിയത്തിൻ്റെ സെറ്റപ്പാണ് കേട്ടോ. ഒരുപാടൊന്നുമല്ല, ചെറിയൊരു കുഞ്ഞ് സെറ്റപ്പ്. പക്ഷേ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, ലൈറ്റൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഇവിടെ ഫുള്ള് ചെടികളാണ് കേട്ടോ. ചെടികളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയാണ്, ഒരു ഹാരിസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കാണുന്ന ചെമ്പരത്തി, തുളസി, അതേപോലെ മുല്ലപ്പൂ, പിന്നെ മണി പ്ലാന്റാണ് ഇഷ്ടം പോലെ ഉള്ളത്. അതുകൊണ്ട് ഫുള്ളൊരു പച്ചപ്പാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നാൽ തന്നെ. വൈകുന്നേരങ്ങളിലൊക്കെ വെയിലൊക്കെ കൊള്ളാനായിട്ട് വന്നിരിക്കാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ ഈ ഒരു സമയത്തൊക്കെ വെയിൽ കൊള്ളുന്ന നല്ലതാണ്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഞാൻ ഇവിടെ ഒരു 3 മണി 3:30 ആയിട്ട് വന്നിരിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഞങ്ങൾ കാറിൽ കയറി അങ്ങനെ ആ ഒരു ക്ലിനിക്കിലോട്ട് പോവുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. For those also, they are not. അപ്പോൾ അങ്ങനെ ഇതേ നമ്മൾ മെട്രോ മെഡിക്കൽ ക്ലിനിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിനിക്കിൻ്റെ പേര് മെട്രോ മെഡിക്കൽ കെയർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രൈവറ്റായിട്ടുള്ള ഒരു ക്ലിനിക്കാണ്. നമ്മൾ ലാസ്റ്റ് സമയത്തൊക്കെ ഇങ്ങനെയിപ്പോൾ ഡെലിവറി ഇവിടെ ആക്കാനാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് സമയത്തൊക്കെ ഒരു ഇവിടെയുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതി. അതൊരു 8-9 മന്ത്സിൽ ആ ഒരു ലാസ്റ്റ് ടൈമിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയി ഒരു ഫയലൊക്കെ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കാം ആ ഒരു സമയത്തൊക്കെ. ഇതിപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ നമ്മൾ ലാസ്റ്റ് സമയം വരെ കാണിച്ചിട്ട് പിന്നീട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കാറൊന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഡോക്ടർക്ക് ടോക്കൺ കിട്ടുമോ നോക്കണം. ടോക്കൺ എന്തായാലും ഉണ്ടാവില്ല, അത് ഷുവറാണ്. എമർജൻസി ആയിട്ട് കയറാൻ പറ്റുമോ ഒന്ന് നോക്കാം. ഇപ്പം ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഈ ഒരു ക്ലിനിക്കിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് എത്തിയ ഉടനെ തന്നെ അവർ പറഞ്ഞു ടോക്കൺ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എമർജൻസി ആയത് കാരണം കുറേ പേഷ്യൻസ് വെയിറ്റിംഗ് ആണ്, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെയൊക്കെ കാണിച്ചു പുറത്തിറങ്ങി. അപ്പോൾ ഇൻഫെക്ഷൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ നെഗറ്റീവ് ആയത് കാരണം സെക്കൻഡ് പ്രഗ്നൻസിയിൽ ചെറിയൊരു ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്ലഡ് എടുക്കണം. അപ്പോൾ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ലാബിലോട്ട് പോവാണ്. അപ്പോൾ ലാബിലോട്ട് പോകുന്നതിന് മുന്നേ ചെറിയൊരു പ്രൊസീജിയർ ബാക്കിയുണ്ടായിരുന്നു, അതിപ്പോൾ മുമ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്തായാലും ലാബിലോട്ട് കിടക്കുകയാണ്. പിന്നെ ഇവിടെയുള്ള ഈ ഒരു നഴ്സുമാരൊക്കെ നല്ല നഴ്സുമാരാണ് കേട്ടോ, നല്ല കെയറിങ് ആണ്. മിക്കതും മലയാളികൾ തന്നെയായിരിക്കും. ഈ ഒരു സിസ്റ്റർ എന്ന് പറയുന്നത് ബ്ലഡ് എടുക്കുന്ന സമയത്ത് എൻ്റെ ആ ഒരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു വേദന കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. നാട് എവിടെയാണ് നാട്ടിലെന്നും അതേപോലെ ഇവിടെ വന്നിട്ട് എത്രയായി എന്നൊന്നും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ആ ഒരു വേദന കാരണം. അപ്പോൾ നമ്മുടെ ആ ഒരു ശ്രദ്ധ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് അതിനൊന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം ബ്ലഡ് എടുത്തതിന് ശേഷം സിസ്റ്റർ ചോദിച്ചതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ബ്ലഡ് കൊടുത്തിട്ട് ഇതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് നല്ല വിശപ്പായിരുന്നു കേട്ടോ. പിന്നീട് എൻ്റെ നേരെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഷവർമ കഴിക്കാമെന്നായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എരിവിനോട്, അതായത് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡിനോട് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ല. കാരണം പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ എനിക്ക് മധുരം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, എരിവ് തന്നെയായിരുന്നു. അതായത് നല്ല മുളകിട്ട കറി, അതായത് നല്ല നാടൻ ചിക്കൻ കറി, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് നമ്മൾ നോർമലായിട്ട് നിൽക്കുന്ന സമയത്ത്. ഈ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ടായ മുതലല്ല, ഒരു 3-4 മാസം മുതലൊക്കെ എനിക്ക് എരിവിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല. മധുരമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എപ്പോഴും മധുരം കഴിക്കണം എന്നുള്ള മധുരത്തിനോടുള്ള ഒരു ക്രേവിങ്സാണ് കൂടുതലുള്ളത്. പക്ഷേ ഷവർമ ആ ഒരു വിശപ്പിന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ മധുരമുള്ള ചോക്ലേറ്റ്, അതേപോലെ കേക്ക്, അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ഇപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ദൈവം സഹായിച്ചിട്ട് ഷുഗറും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, എന്നാലും ഒന്ന് കൺട്രോളായിട്ടിരിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു ക്രേവിങ്സ് കാരണം കഴിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ റിസൾട്ട് വാങ്ങിക്കാൻ പോയ ദിവസം ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. മോള് ജസ്റ്റ് ആ ഒരു ജ്യൂസ്
ആ ഒരു ജ്യൂസ് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ പ്രൊസീജിയറൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞു വീഡിയോ അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോൾ റിസൾട്ട് വാങ്ങിക്കാൻ പോയ സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു. റിസൾട്ടിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നു. ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.